തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വരുന്നത് ഇന്നിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വോട്ട് ചോരി, വോട്ട് കൊള്ള പോലെയുള്ള മോശം പദപ്രയോഗങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു, ഇഫ് എനിവൺ ഹാസ് എനി പ്രൂഫ് ഓഫ് എനി പേഴ്സൺ ആക്ച്വലി വോട്ടിംഗ് ട്വൈസ് ഇൻ എനി ഇലക്ഷൻ ഇറ്റ് ഷുഡ് ബി ഷെയർഡ് വിത്ത് ECI വിത്ത് എ റിട്ടൺ അഫിഡവിറ്റ് റാദർ ദാൻ കളറിംഗ് ഓൾ ദി ഇലക്ടേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റോർ വിതൗട്ട് എനി പ്രൂഫ്. രാജ്യത്തെ വോട്ടർമാരെ എല്ലാം കള്ളന്മാരാക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാക്കി അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഈ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രതിഷേധങ്ങളെയൊക്കെ തള്ളിക്കളയുന്നതാണ് ഇന്നത്തെ ദിവസവും നമ്മൾ കാണുന്നത്. പക്ഷേ അനുരാഗ് ഠാക്കൂർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം അതും പ്രതിപക്ഷത്തിന് ഒരു ആയുധമായി മാറുന്നുണ്ടോ എന്നതാണ് എനിക്ക് സംശയം തോന്നുന്നത്. കാരണം അനുരാഗ് ഠാക്കൂർ ഞാനത് പൂർത്തിയാക്കട്ടെ. ആയുധമായി മാറി. അപ്പോൾ പ്രതിപക്ഷത്തിന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ കാര്യങ്ങളിലെ, അതായത് പെട്ടെന്ന് നമ്മളൊരു മറുപടി പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അതിന് ആസ്പദമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൂടി പരിശോധിക്കേണ്ടിയിരുന്നു എന്നതാണ് ആ വിഷയത്തിൽ എനിക്ക് തോന്നിയത്. കാരണം അവിടെ ഇപ്പോൾ ഈ മൈമുനയാണെങ്കിൽ തന്നെ മൈമുന ശരിക്കും ഒരേ മൈമുന തന്നെയാണോ? കാരണം ഒരു നാട്ടിൽ മൈമുനമാർ കുറേ ഉണ്ടാകും, അക്ബർമാരും ജോസഫുമാരും അതുപോലെ തന്നെ ബാബുമാരും ഒക്കെ കുറേ ഉണ്ടാകും. അതിപ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിൻ്റെ പരിധിയിൽ തന്നെ ഒരേ പേരുള്ള ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പേരുകളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡാറ്റ കൊടുത്തവർ കൃത്യമായിട്ടുള്ള ഡാറ്റയാണോ കൊടുത്തത് എന്നുള്ള ഒരു സംശയം എനിക്ക് ഏതൊരു ലേമാനെ പോലെയും തോന്നുന്നുണ്ട്.